ഞങ്ങളുടെ വീടിൻ്റെ ബാക്കിലുള്ള ചെറിമരം ഈ വർഷവും പൂക്കാനായിട്ട് മറന്നില്ല കേട്ടോ. നല്ല ഭംഗിയായ രീതിയിൽ പൂത്തിട്ടുണ്ട്. ഇത് നിറയെ നോക്കിയ വെള്ള നിറത്തിലുള്ള പൂക്കളാണ്. എല്ലാ വർഷവും ഉണ്ടാവും ഇതുപോലെ. ഈ പൂക്കൾ കാണാൻ തന്നെ നമുക്കൊരു ഭയങ്കര ഭംഗിയാണ്. അത് നമ്മുടെ വീട്ടിലായിരിക്കുമ്പം അതിന് ഭംഗി ഏറെയാണ്. ഇതിനി കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ പൂക്കളെല്ലാം പൊഴിഞ്ഞ് ചെറിയ കായായിട്ട് മാറിയിട്ട് അത് മൂത്ത് പഴുത്ത് കുറേ കിളികൾക്ക് കൊടുക്കും, തത്തകൾക്ക് കൊടുക്കും. അതിനിടയ്ക്ക് ഒരു കുറച്ച് ഞാനെടുത്തിട്ട് അച്ചാറിടും. കാരണം ഇതിന് നല്ല പുളിയാണ് ഈ ചെറുക്കി. അത് കഴിഞ്ഞ് ശരിക്കും പഴുത്താൽ മാത്രമാണ് ഇതിന് മധുരമുള്ളൂ. അപ്പോൾ ഇങ്ങനെ മഞ്ഞ നിറത്തിലാവും, പിന്നെ നല്ല കടും ചുവന്ന നിറത്തിലാവും. അപ്പോൾ അത് വരുമ്പോഴത്തേക്കും ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ. ഇത് നമ്മുടെ വീട്ടിലുള്ളതായതുകൊണ്ട് ഇതിന് എത്ര ഭംഗിയാണല്ലേ. നമ്മൾ തന്നെ ഇവിടെ വാങ്ങിച്ച് നട്ടതാണ്. ഇപ്പോൾ ഒരു 8 വർഷമായി കാണും. ഒരു 3-ാം വർഷം മുതൽ ഇത് കായ്ച്ച് നമ്മളെ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ആ സന്തോഷം നിങ്ങളിലേക്കും ഞാൻ പകർന്നു തരുവാണ്. നമ്മുടെ നാട്ടിലൊക്കെ പച്ചപ്പൊക്കെ കുറേയൊക്കെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഇവിടെ UK ഏത് വീടുകളിൽ നോക്കിയാലും പച്ചപ്പാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ അടുത്ത വീട്ടിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് ഇങ്ങനെ പച്ചപ്പ് ഇങ്ങനെ പരവതാനി പോലെ ഒഴുകിക്കൊണ്ടിരിക്കുവാണ്. ഈ ഒരു ഇല കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല, നമ്മുടെ നാട്ടിലുണ്ട് ഈ ഇല. നമ്മുടെ എല്ലാ വീടുകളിലും പണ്ടൊക്കെ ഉള്ളൊരു ഇലയാണിത്. ഇപ്പോൾ ഉണ്ടോയെന്നറിയില്ല. എന്തായാലും ഈ ഒരു ഇത് ഞങ്ങളിങ്ങനെ മാറ്റാതെ ഇങ്ങനെ കാത്തു സൂക്ഷിച്ചിരിക്കുവാണ്. ഇതിൻ്റെ ഈ ഒരു പച്ചപ്പും ഇതിൻ്റെ ഒരു ഭംഗിയും എല്ലാം നിലനിർത്തിക്കൊണ്ട്. അപ്പുറത്തൊരു അമ്മച്ചിയാണ് താമസിക്കുന്നത്. അപ്പോൾ അമ്മച്ചിയുടെ വീട്ടിലാണ് ഇതിൻ്റെ റൂട്ടിരിക്കുന്നത്. അവിടെ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് ഇങ്ങനെ ഇത് പടർന്നുകൊണ്ടിരിക്കുവാണ്. അതുപോലെ തന്നെ തൊട്ടടുത്ത വീട്ടിൽ കാണുന്നതാണത്. നോക്കി, നീല ചുമപ്പ ഒക്കെയായ 2-3 മരങ്ങളുണ്ട്. ഇത് പക്ഷേ പേര് എനിക്ക് കറക്റ്റ് അറിയില്ല. ഞാനൊന്ന് സൂം ചെയ്ത് കാണിക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇത് നമ്മൾ ഇന്നാളിട്ട ആ മഞ്ഞപ്പൂക്കളില്ലേ, ഒരു പഞ്ഞ് പോലത്തെ മഞ്ഞപ്പൂക്കൾ, അതിപ്പോൾ ഈ രൂപത്തിലായി. ഇതെല്ലാം പൊഴിഞ്ഞു പോയി. ഇനി ഇത് അടുത്ത വർഷത്തേക്കുള്ള പ്രിപ്പറേഷൻസിലാണ്. നമ്മുടെ വീട് വാങ്ങിച്ചപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക അട്രാക്ഷൻ ആയിരുന്നു ബാക്ക് ഗാർഡനിൽ ഇങ്ങനൊരു മരം. ശരിക്കും നമ്മൾ അന്ന് ഇത് നമ്മുടെ നാട്ടിലുള്ള മാവും പ്ലാവും ഒക്കെ ആയിട്ട് ഉപമിച്ചു. ഇതെന്താണെന്ന് പോലും ഞങ്ങൾക്ക് അറിയാൻ വേണ്ടായിരുന്നില്ല. പക്ഷെ ഞങ്ങൾ വെട്ടിക്കളഞ്ഞില്ല. ഇവിടെ വന്നിരിക്കുമ്പോൾ നല്ലൊരു തണലും ഒക്കെ ഇതിന് കിട്ടും. അത് കഴിഞ്ഞിട്ടാണ് മനസ്സിലായത് ഇത് ബേ ലീവ്സ് ആണ്. നമ്മൾ ഇറച്ചിയിലൊക്കെ എടുത്തില്ലേ, ആ ഒരു ഇല ഇത് നമ്മൾ എടുത്ത് ഉണക്കി വെക്കുവാണെങ്കിൽ ആ സെയിം ലീഫ് തന്നെയാണിത്. അപ്പോൾ ഇതിവിടെ ഇംഗ്ലീഷുകാർ ഈ പാസ്ത ഉണ്ടാക്കുമ്പം പിന്നെ എന്തെങ്കിലുമൊക്കെ സൂപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു പച്ചയ്ക്ക് തന്നെ ഇടുമെന്നാണ് പറയുന്നത്. ഞാൻ 2 പ്രാവശ്യം ഇട്ട് നോക്കി. കുഞ്ഞു കുഞ്ഞു പൂക്കൾ വരും. ഇതിൽ ശരിക്കും ആ ബേ ലീവ്സിൻ്റെ ഒരു നല്ലൊരു മണവും സുഗന്ധമൊക്കെ ഉണ്ട് കേട്ടോ. ഇത് നിറയെ ഉണ്ട്. ഇത് പണ്ട് ഞങ്ങളുടെ വീട്ടിലൊരു അച്ഛൻ വന്നിരുന്നേ. ആ അച്ഛൻ നമ്മുടെ ബൈബിളിൽ ഒരു സിക്കമൂർ ട്രീ ഉണ്ട്. അച്ഛൻ പറഞ്ഞു ആ ഒരു ട്രീയോട് ഞാനിതിനെ ഉപമിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അതും കൂടിയും പറഞ്ഞു കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് ഇത് വെട്ടാനേ തോന്നുന്നില്ല. അത്രയ്ക്ക് ഒരു ഹോളി മരമായിട്ടാണ് ഞങ്ങളിതിനെ കാണുന്നത്. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. പിന്നെ കുറച്ച് ബ്രാഞ്ചസ് പ്രാവശ്യം വെട്ടിക്കളയണം. പിന്നെ പൂത്ത് നിൽക്കുവാണിത്. നല്ല തണലൊക്കെ തന്ന് നല്ല ഭംഗിയായിട്ട് നിൽക്കുവാണ്. അപ്പം നിങ്ങൾ ഈ ഒരു മരം കണ്ട് ആസ്വദിക്കുക കേട്ടോ. ഇന്നത്തെ ഒരു വ്ളോഗ് കൂടുതലും നമ്മുടെ വീട്ടിലെ ചെടികളായിരിക്കും കേട്ടോ. ഞാനിങ്ങനെ ഓരോ പൂക്കളായിട്ട് വരുമ്പോൾ നിങ്ങളെ കാണിക്കാം. നിങ്ങൾക്കത് ഇഷ്ടമാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് കേട്ടോ കാണിക്കുന്നത്. ഇത് മിക്സ്ഡ് ആണിത്. പാൻസിയും വയോളയും കൂടി ഉള്ളതാണിത്. ഇതാണ് പാൻസി എന്ന് എനിക്ക് തോന്നുന്നത്. ഇത് നോക്കിയത് ഇതിൻ്റെ ഭംഗി നോക്കിയത് ഇങ്ങനെ ചിത്രം വരച്ച് വെച്ചിരിക്കുന്ന പോലെ ഉണ്ട്. ഇത് കാണാൻ പറ്റുന്നുണ്ടോ? ഒരു പർപ്പിളും യെല്ലോയും പിന്നെ വേറൊരു പർപ്പിൾ ഷെയ്ഡും അതിൻ്റെ ഇങ്ങനെ വരച്ച് വെച്ചിരിക്കുന്ന പോലെ, ചിത്രം വരച്ച് വെച്ചിരിക്കുന്ന പോലെ ഉണ്ട് ഇത്. അതുപോലെ തന്നെ മഞ്ഞയ്ക്ക് ഷെയ്ഡില്ല, പ്ലെയിൻ മഞ്ഞയാണ്. ഇതൊരു കുഞ്ഞതായിട്ട് ഞാൻ കൊണ്ടുവന്ന് നട്ടത്. അതിങ്ങനെ പടർന്ന് പന്തലിച്ച് നിറയെ വന്നുകൊണ്ടിരിക്കുക. ഇതും അത് തന്നെയാണ്, സെയിം ഷെയ്ഡ് തന്നെയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ചെമ്പരത്തിയാണേ. ചെമ്പരത്തിയുടെ ചുവട്ടിൽ ഞാൻ നട്ടുന്നുള്ളത്. ഇത് ആയി വരുന്നുണ്ട്. ഒരു സൈസ് ഒരു എന്താ പറയുക, ഇളം നീല കളറുള്ള ചെമ്പരത്തി. ഇത് ഞാൻ നേരത്തെ കാണിച്ചിരുന്നു. അന്നും ഇത് വിടർന്നിട്ടുണ്ടായിരുന്നില്ല. ഇത് ജാസ്മിൻ വെറൈറ്റി തന്നെയാണ്. പക്ഷെ ഇത് ഈ മുട്ടിങ്ങനെ വിടർന്ന് നിൽക്കണ കണ്ടപ്പം ഒരു ഭംഗി നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. ചെറിയൊരു മണമുണ്ട് കേട്ടോ. പക്ഷെ നമ്മുടെ ഗന്ധരാജൻ്റെ ഒക്കെ ഒരു മണം പോലെ തോന്നുന്നത്. നല്ല ഇത്. അടുത്തത് എല്ലാം നല്ലത് മാത്രം കാണിച്ചാൽ പോരല്ലോ. നമ്മുടെ തുളിപ്പ് ഈ പാകത്തിലായി. എല്ലാം പൊഴിഞ്ഞ് ഇതെല്ലാം ഇങ്ങനെ ഇരിക്കുവാണ്. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതങ്ങ് വെട്ടിക്കളഞ്ഞിട്ട് ഒരു സ്ഥലത്ത് മാറ്റി വെച്ചേക്കും. അപ്പോൾ അടുത്ത വർഷം ഒരു ഫെബ്രുവരി ഒക്കെ ആകുമ്പോഴത്തേക്കും ഇതിങ്ങനെ പതുക്കെ നാമ്പൊക്കെ വന്ന് ഇതുപോലെ തന്നെ നമുക്ക് പൂവൊക്കെ തരും എന്ന് കരുതുന്നു. ഇത് കഴിഞ്ഞ വർഷത്തെയാണ് ശരിക്കും പറഞ്ഞാൽ. ഓക്കേ. വലിയ പ്രോഗ്രാംസൊക്കെ വരുമ്പോൾ നമ്മൾ പറയില്ലേ, അതിൻ്റെ ടീസർ ഇറങ്ങണമെന്ന്. അതിൻ്റെ ഒരു ചെറിയ ടീസറാണ് കേട്ടോ അത്. ഈ പൂവ് നമ്മുടെ വീഡിയോയിലേക്ക് ആദ്യമായിട്ടാണ് കൊണ്ടുവരുന്നത്. നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടോയെന്നറിയില്ല. ഇതൊരു പ്രത്യേക ഭംഗിയുള്ള പൂവാണിത്.
ഇതിങ്ങനെ കൊല കൊല പോലെ കിടക്കും. ഇതിൻ്റെ കൂടുതൽ വർണ്ണങ്ങളും വിവരണങ്ങളായിട്ട് അടുത്ത എപ്പിസോഡിലേക്ക് വരുന്നതായിരിക്കും. പേരും എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. ഞങ്ങളുടെ കർണൻകുട്ടനെയും കൊണ്ട് ഞങ്ങൾ നടക്കാൻ വന്നു. അവൻ്റെ സെയിം സ്ഥലത്ത്. അവന് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമാണത്. നമ്മുടെ താറാവൂട്ടന്മാരും ഈ വെള്ളവും ഈ അരുവിയും ഈ പൂക്കളും ഈ മരങ്ങളും എല്ലാം കാണാനായിട്ട് അവന് ഭയങ്കര ഇഷ്ടമാണ്. അവന് അതിനകത്ത് ഇറങ്ങണമെന്നുണ്ട്. അവൻ ഇതിനു മുമ്പ് നീന്തിയിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഇതിനകത്ത് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവൻ എങ്ങനെ കയറാൻ പറ്റുമെന്ന് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇറക്കുന്നില്ല. പക്ഷെ അവൻ എന്തായാലും എൻജോയ് ചെയ്യണം. കുറേ പേര് അവനെ കണ്ടപ്പോൾ പറയുവാണേ, ഓ ഹാൻസം ബോയ് എന്ന് പറയുമോ അവനെ കണ്ടു കഴിഞ്ഞപ്പോൾ. അവനത് കേട്ടപ്പോൾ അതിലും ഇഷ്ടമായി. എന്തായാലും കർണൻകുട്ടനും ഇന്നത്തെ വെതർ ഹാപ്പി. ഇനി മഞ്ഞപ്പൂക്കൾ എടുത്താൽ നിങ്ങൾ എന്നെ ഓടിക്കുമല്ലേ? പക്ഷെ ഇതിങ്ങനെ നടക്കണ കണ്ടപ്പോഴേ ഇത് നമ്മൾ എടുത്തിരിക്കുന്നത് തന്നെയാണെന്ന് തോന്നുന്നു. പക്ഷെ ഇതിന് വേറൊരു ഭംഗി പോലെ തോന്നി കേട്ടോ. നോക്കേ, ഒരു വീട്ടിൽ നിറയെ നിൽക്കും അത്. നമ്മൾ എടുത്തിരിക്കുന്നതാണോ ഇത്? ആണെന്ന് തോന്നുന്നുണ്ട്. എന്നാലും ഒന്നെടുക്കാമെന്ന് വിചാരിച്ചു. ആകാശവും ഈ പച്ചിലകളും ഈ മഞ്ഞയും കൂടി വന്നപ്പം ഒരു രസം. നമ്മൾ നാട്ടിൽ ഇങ്ങനത്തെ ചെടികൾ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട് അല്ലേ? നമ്മുടെയൊക്കെ വീടുകളിൽ ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ നമ്മുടെ മുട്ടയുടെ തോട്, അത് കുറച്ച് ചിത്രപ്പണികളൊക്കെ ചെയ്ത് ഇത് ഓരോന്നിൻ്റെ മുകളിൽ നമ്മൾ വെക്കാറുണ്ട്. ഓർക്കുന്നുണ്ടോ? അപ്പം ഇത് കണ്ടപ്പം ഒരു പഴയ കാല സ്മരണകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. നമ്മുടെ നാട്ടിലെ ചൂളമരം ഇല്ലേ, അതുപോലെ തോന്നി ഇതിൻ്റെ ഇലകൾ. പക്ഷെ ഇത് നോക്കി, ഇതുമേ പൂക്കൾ ഉണ്ടായിക്കണ നോക്കിയേ. ഇത് കണ്ടോ? ഇതും വേറൊരു ഇലഞ്ഞിപ്പൂ. ഇത് കണ്ടോ? ഇതൊക്കെ കാണുമ്പോൾ നിങ്ങളിലേക്ക് ഞാൻ എങ്ങനെ എത്തിക്കാതിരിക്കും? ഒരു വലിയൊരു കൊട്ടയൊക്കെ ഇങ്ങനെ കമിഴ്ത്തി വെച്ചേക്കണ പോലെയുണ്ട്. അത്രയ്ക്ക് ഭംഗി കാണാനായിട്ട്. ഇലകൾ കുറവും പൂക്കൾ കൂടുതലും. അങ്ങനെ ഇങ്ങോട്ട് വരുമ്പം അടുത്ത ഇത് ഏതൊരു ഫ്രൂട്ടിൻ്റെ പൂക്കളാണ്. ഒന്നുകിൽ ആപ്പിള് അല്ലെങ്കിൽ പേറ്. ഇതാണ് അതിൻ്റെ പൂക്കൾ. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ ഫ്രൂട്ട്സായിട്ട് വരാട്ടോ. ഇത് കണ്ടോ, നിറയെ ഉണ്ടായിട്ടുണ്ട്. മഞ്ഞപ്പൂക്കൾ തീരുന്നില്ലല്ലോ നമ്മുടെ UK. ഇത് നമ്മുടെ വിഷുവൊക്കെ കഴിഞ്ഞിട്ട് ഈ സമയമാകുമ്പം എല്ലാ വർഷവും ഇതിങ്ങനെ കൊലയായിട്ട് ഇങ്ങനെ വരുന്ന ഒരു സൈസ് പ്രത്യേക തരത്തിലുള്ള കാണാൻ ഏറെ ഭംഗിയുള്ള, പേര് ടീനയ്ക്കും റാണിക്കും അറിയാം, അവർ ഇതിൻ്റെ താഴെ ഇടുന്നതായിരിക്കും കേട്ടോ. ഇതിങ്ങനെ ഡിഫറെൻറ്റ് മരങ്ങളിൽ ഡിഫറെൻറ്റ് പോലെ നമുക്ക് കാണുന്നത്. ഇതിലും കൊലയായിട്ട് കാണുന്ന ഒരുപാട് മരങ്ങളുണ്ട്. അത് ഞാൻ വേറെ കിട്ടുകയാണെങ്കിൽ എടുക്കാം കേട്ടോ. ഇത് കണ്ടോ, ഇതിങ്ങനെ ശരിക്കും നമ്മുടെ കണിക്കൊന്ന പോലെ തന്നെ ഉണ്ടല്ലേ. ഇഷ്ടമായോ നിങ്ങൾക്കൊക്കെ? ഈസ്റ്ററൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മലയാളത്തിൽ പറഞ്ഞാൽ എവിടെ തിരിഞ്ഞു നോക്കിയാലും അവിടെ എല്ലാം പൂക്കൾ മാത്രമെന്ന് പറയില്ലേ, അതുപോലെയാണ് ശരിക്കും. ഒരു വസന്തകാലമാണ്. വസന്തകാലം എന്ന് പറയുമ്പോഴും കേൾക്കുമ്പോഴും തന്നെ നമ്മുടെ മനസ്സിന് തന്നെ ഒരു സുഖമാണല്ലേ. നമുക്കൊരു ടെൻഷനൊക്കെ ഉണ്ടെങ്കിലും അത് ചിലപ്പം പറന്നു പോകാനുള്ളൊരു അവസരം കൂടിയാണ് വസന്തകാലം. ഇത് ഈ പൂക്കൾ എന്തിനോട് ഉപമിക്കാം? നമ്മുടെ ചെത്തിപ്പൂവില്ലേ, അതിൻ്റെ ഒരു കുഞ്ഞു ഇതളുകൾ പോലെ തോന്നുന്നു. കാറ്റാണത്. ഒരു ഇളം വയലറ്റ് നിറത്തിലാണ് ഈ പൂക്കൾ. അതും ഇങ്ങനെ ഈ കോണാകൃതി അതുപോലെയാണ് ഉണ്ടാക്കി കിടക്കുന്നത്. പിന്നെ വേറെ വർണ്ണങ്ങളുണ്ടോയെന്നറിയില്ല, പേരും അറിയില്ല, നാളും അറിയില്ല. ടീനയും റാണിയൊന്നും കൂടെ ഇല്ലല്ലോ, ഞാൻ തന്നെ എടുക്കാൻ വന്നിരിക്കുന്നതാണ്. കാണാൻ രസമുണ്ട്. ഇതിൻ്റെ ഇലകൾ കണ്ടു കഴിഞ്ഞപ്പോഴേ നമ്മൾ പണ്ട് പമ്പരം ഉണ്ടാക്കി കളിച്ചിട്ടില്ലേ? പമ്പരം അല്ലല്ലോ, ആ പമ്പരത്തിൻ്റെ ഇല എന്നിട്ട് നമ്മളിത് പീപ്പി വിളിക്കും അല്ലേ, ആ ഒരു ഇല പോലെ തോന്നി കേട്ടോ. ഇല്ലേ? ഈ ഒരു സ്ട്രീറ്റിലൂടെയാണ് ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സിറ്റി ഓഫ് സൗത്താംപ്ടൺ തന്നെയാണ്. അപ്പം ഓരോ സ്ട്രീറ്റിൽ കൂടെ പോകുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള പൂക്കളെ കാണാറുണ്ട്. അപ്പം നമുക്ക് ഇതിലൂടെ പോയി നോക്കാം, എന്തെങ്കിലും നമുക്ക് അട്രാക്റ്റീവായിട്ടുള്ളതുണ്ടോ എന്ന് നോക്കാം കേട്ടോ. ഞാൻ നേരത്തെ കാണിച്ചില്ലേ, അത് തന്നെയാണിത്. ഇതെന്താ നിൽക്കുന്നുണ്ട്, റെയിൻ ഡ്രോപ്സ് ആണെന്ന് തോന്നുന്നു. അതിങ്ങനെ തീരുന്ന ഘട്ടത്തിലാണെന്ന് തോന്നണ്ടേ, പേര് അതാണെന്ന് തോന്നുന്നു കേട്ടോ, കറക്റ്റ് എനിക്കറിയില്ല. പിന്നെ ഇങ്ങനെ ഇങ്ങോട്ട് പോകുമ്പം ഇതൊക്കെ ഏതോ തരത്തിലുള്ള ഫ്രൂട്ട്സിൻ്റെയൊക്കെ മരങ്ങളാണ്. അതായി വരുന്നതേ ഉള്ളൂ. പക്ഷെ അവിടെ ഒരു നിറയെ പൂത്ത് നിൽക്കുന്ന സീലിയായിരിക്കും ഉള്ളത്. നമുക്കൊന്ന് അങ്ങോട്ട് പോയാലോ?
ആളുകൾ വിചാരിക്കുമല്ലേ ഈ കുട്ടിക്ക് എന്താന്ന്. ഓ, ആ സെലിയുടെ ഭംഗി നോക്കിയേ, ഒരു വക്കോൽത്തൂർ പോലെ ഉണ്ടല്ലേ. കടും ഓറഞ്ച് നിറത്തിലുള്ള അസീലിയ. നിങ്ങൾക്ക് ഇതിനു മുൻപ് നമ്മുടെ വീഡിയോയിലേക്ക് വന്നേക്കുന്നതാണ് ടുലിപ്പ്. ഇതൊരു പ്രത്യേക നിറത്തിലുള്ളൊരു ഇത് കണ്ട കാപ്പിപ്പൊടി കളറ്. ഇത് വളരെ റയറായിട്ടുള്ളൊരു വെറൈറ്റിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു സ്മോൾ വീഡിയോ എടുത്തതേ ഉള്ളേ. നേരത്തെ കണ്ട ആ ഒരു കോൺ ഷേപ്പിലുള്ള ഒരു ചെടി ഉണ്ടല്ലേ, അതിൻ്റെ തന്നെ വേറൊരു വെറൈറ്റി കളറാണത്. കുറച്ചും കൂടി നീലയായിട്ടുള്ളൊരു കളറ്, കണ്ടാൽ കണ്ണഞ്ചിപ്പിക്കുന്ന നിറം, ഷേപ്പും ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ചെറി ബ്ലോസം പല വീടുകളിലും തീർന്നിട്ടില്ല. നല്ല പിങ്കിഷ് നിറത്തിലുള്ള നല്ല ഭംഗിയുള്ള ചെറി ബ്ലോസം. നിങ്ങളെ ചെറിയ ചെറിയ വീഡിയോ ആയിട്ട് ഞാൻ പല പൂക്കളിലേക്ക് കൊണ്ടുപോവാണ്. നമ്മുടെ നാട്ടിലൊക്കെ കൂർക്ക, പയറ്, വെണ്ട ഇതൊക്കെ ഒരു വാരം മാടി നമ്മൾ നടുവല്ലോ, അതുപോലെ തോന്നുന്നത്. ഓക്കെ, ഒരു വാരം നിറയെ ടീന റാണിയൊക്കെ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് കറക്റ്റ് പേരറിയില്ല. ഇത് റെയിൻ ഡ്രോപ്സ് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ മാടി വിളിക്കുന്നു, എന്നെ ഒന്ന് ആസ്വദിക്കൂ, എൻ്റെ സൗന്ദര്യം നോക്കൂ എന്ന് പറഞ്ഞ് മാടി വിളിക്കുന്ന ഈ കുഞ്ഞ് നിറത്തിലുള്ള കുഞ്ഞ് സൈസിലുള്ള വെള്ളപ്പൂക്കൾ നിറയെ ഉണ്ട്. ഇത് ഭംഗിയല്ലേ കാണാനായിട്ട്. ഏത് നിറത്തിനല്ലേ ഭംഗി കുറവ്. നിറയെ ഉണ്ട്. ഇതിങ്ങനെ അങ്ങ് പോയിട്ടുണ്ടെങ്കിൽ ഒരു വാരം നിറയെ വെള്ളപ്പൂക്കൾ. നേരത്തെ എടുത്ത ഒരു വൈറ്റും പിന്നെ ഒരു വയലറ്റും നിറത്തിലുള്ളൊരു പൂക്കൾ ഉണ്ടായിരുന്നില്ലേ, അതിൻ്റെ തന്നെ ഇതൊക്കെ മെറൂൺ മജന്ത നിറത്തിലുള്ള കോണാകൃതിയിലുള്ള അടുത്തൊരു മരം. ഇങ്ങനെ നടന്നു പോകുമ്പോൾ നമ്മൾ കാണുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ഒരു വീഡിയോ ഒരു സ്ട്രീറ്റ് വ്യൂ ആണ്, വഴിയോര കാഴ്ചകൾ എന്നൊക്കെ പറയില്ലേ. ഓ, അതെന്തൊരു ഭംഗിയാ ഇങ്ങനെ കാണാനായിട്ട്. നിറയെ ഉണ്ടായിരുന്നിട്ടുണ്ട്. അതൊക്കെ എന്ത് പൂക്കളാണാവോ. ഇന്ന് നിങ്ങളെ ഒരു പുതിയൊരു പാർക്കാണോയെന്ന് വെച്ചത് പാർക്കല്ല, ശരിക്കും നമ്മുടെ ഒരു ലിവിങ് സ്റ്റൈല് മെച്ചപ്പെടുത്താനായിട്ട് ഇവിടുത്തെ കൗൺസിൽ തയ്യാറാക്കിയിരിക്കുന്ന കുറേ ഉപകരണങ്ങളുള്ള ഒരു സ്ഥലമാണത്. ഫ്രീ എൻട്രി ആണ്, ആർക്കും വരാം. ഒരുപാട് പേര് വൈകുന്നേരം ആകുമ്പം ഇവിടെ വന്നിട്ട് പലതരത്തിലുള്ള എക്സസൈസുകൾ ഇവിടെ ചെയ്യാറുണ്ട്. ഇത് കണ്ടോ, പലതരത്തിലുള്ള എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഉപയോഗങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടീനയുടെ ഹസ്ബൻഡിനോട് ചോദിക്കണം. വിവിധ തരത്തിലുള്ള ജിമ്മിലുള്ള കുറേ എക്യുപ്മെൻറ്റ്സൊക്കെ വെച്ചിട്ട് ആളുകളുടെ ലിവിങ് സ്റ്റൈലും ഹെൽത്തി ആയിട്ടുള്ളൊരു ലൈഫും നയിക്കാനായിട്ട് നമ്മുടെ ഇവിടുത്തെ കൗൺസിൽ തയ്യാറാക്കിയിരിക്കുന്ന ഒരു പ്രത്യേക സ്ഥലമാണിത്. ഇതിൻ്റെ ഒരു സറൗണ്ടിങ് ഞാൻ കാണിക്കാം കേട്ടോ. അതെ, ഇംഗ്ലീഷ് വീടുകളാണ് ഈ കാണുന്നത്. ഇപ്പം ആരുമില്ല, ശരിക്കും പറഞ്ഞാൽ ഫ്രീ ആണ്, അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് സുഖമായിരുന്നു. അടുത്തത് നമ്മുടെ മാലഹ കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ കുഞ്ഞു കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു പാർക്കാണ് ഇത്. ഇവിടത്തെയൊക്കെ ഓരോ റെസിഡൻഷ്യൽ ഏരിയയിലും ഓരോ കോർണറുകളിലും ഇങ്ങനത്തെ ചെറിയ ചെറിയ പാർക്കുകൾ കാണും. അപ്പം കുഞ്ഞുങ്ങളെ കളിപ്പിക്കാനും അവരെ കുറച്ച് നേരം ഇവിടെ കൊണ്ടുവന്ന് നമുക്ക് അമ്മമാർക്ക് നോക്കാനും ഒന്നും ഒരുപാട് ദൂരെ ഒന്നും ആർക്കും പോകണ്ട. ഇവിടെയൊക്കെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും അമ്മമാർക്കും ഒക്കെ വേണ്ടിയിട്ട് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ഇവിടുത്തെ കൗൺസിൽ, ഓരോ കൗൺസിലും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്കൊന്ന് പോകാം. ഇപ്പം ഇവിടെ ആരുമില്ല, അപ്പോൾ നമുക്കൊരു വീഡിയോ എടുക്കാം കേട്ടോ. ഇത് അവരെത്ര നീറ്റായിട്ട് സൂക്ഷിച്ചേക്കണം നോക്കിയേ. കണ്ടോ, എല്ലാം നല്ല ഫ്ലോറൊക്കെ നല്ല ഭംഗിയായ രീതിയിൽ നല്ല വർണ്ണങ്ങളൊക്കെ ഉണ്ട് ചെയ്ത് പിള്ളേർക്ക് അട്രാക്ഷനുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ കയറി വരുമ്പോൾ തന്നെ വേസ്റ്റ് ഇടാനായിട്ട് ഒരിതുണ്ട്. അതുകൊണ്ട് ഇവിടെ വേസ്റ്റോ കാര്യങ്ങളോ ഒന്നും താഴെ കാണുന്നതല്ല. എല്ലാം അവരവർ ഓട്ടോമാറ്റിക്കായിട്ട് ഇതൊക്കെ സ്കൂളിൽ നിന്ന് തന്നെ പഠിക്കുന്നതാണ്, ബേസിക് ആയിട്ട് പിള്ളേരെ പഠിപ്പിക്കുന്നതാണ്. നമ്മൾ നാട്ടിലെ സ്കൂളുകളിലൊക്കെ വേസ്റ്റൊക്കെ കളയണം എന്നല്ലേ പഠിപ്പിക്കുന്നത്. ഇവിടെ അങ്ങനെയല്ല, ഇവർ പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. അപ്പം പിള്ളേർ ക്രിസ്പൊക്കെ കൊണ്ടുപോകണമെങ്കിൽ അത് പിള്ളേരെ അതിൻ്റെ കൂടൊക്കെ ഈ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടിട്ട് അതിൻ്റെ പ്രാക്ടീസായിട്ട് ചെയ്യിപ്പിക്കും. അപ്പോൾ അവരൊരിക്കലും മറക്കില്ല. അവർ ഓട്ടോമാറ്റിക്കായിട്ട് മിഠായി ആണെങ്കിലും എന്ത് കഴിച്ചാലും അതുകൊണ്ടൊന്ന് വേസ്റ്റിലിടും. ഇതൊക്കെ ഇങ്ങനെ പിള്ളേർക്ക് കളിക്കാനാവുന്ന ഓരോരോ എക്യുപ്മെൻറ്റ്സാണ്. ഇത് കണ്ടോ, ഇങ്ങനെ ഒരെണ്ണം ചീത്തയായിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ഇവരത് പുതിയത് കൊണ്ടുവന്ന് അവിടെ ഫിറ്റ് ചെയ്യുന്നതായിരിക്കും. കുഞ്ഞുമക്കൾക്ക് ഏറ്റവും അട്രാക്ഷനുള്ള അതേ ഊഞ്ഞാൽ
കുഞ്ഞുമക്കൾക്ക് മാത്രമല്ല കേട്ടോ, വലിയ ആൾക്കാർക്കൊക്കെ ഇരിക്കാം. ഞാൻ തനിച്ചേ ഉള്ളൂ, അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റുന്നുള്ളൂ എന്ന്. അതിൻ്റെ ഇവിടെ നിറയെ പൂത്ത് നിൽക്കുന്ന കുറേ മരങ്ങളും, ഇവിടെ തന്നെ അവർ മരം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. 2 മരങ്ങളുണ്ട്. അതിനകത്ത് എന്തോ പൂക്കാൻ പോകുന്നുണ്ട്, എന്താണെന്നറിയില്ല. പിന്നെ അങ്ങനെ അങ്ങോട്ട് പോകുമ്പം ഇതെല്ലാം കുഞ്ഞുങ്ങൾക്ക് കളിക്കാനുള്ള ഓരോരോ സാധനങ്ങളാണ്. പിന്നെ അതെ അമ്മമാർക്ക് വന്നിട്ട് ഇരിക്കാനായിട്ടുള്ള നല്ല അടിപൊളി ബെഞ്ചും ഉണ്ട് ഇവിടെ. വേണ്ട, ഇവിടെ അടുത്ത വേസ്റ്റ് ഇടാനായിട്ടുള്ള സാധനം. പിന്നെ അതെ പിള്ളേർക്ക് ഇങ്ങനെ മുകളിൽ കയറിയിട്ട് ഇങ്ങനെ ഊർന്നിറങ്ങത്തില്ലേ, അതുപോലത്തെ അങ്ങനെ ഒരുപാട് സജ്ജീകരണങ്ങളായിട്ട്. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 10 അടി നടന്നാൽ മതി. മക്കൾ ചെറുതായിരുന്നപ്പോഴൊക്കെ ഞാൻ ഇടയ്ക്ക് കൊണ്ടുപോകാറുണ്ടായിരുന്നു. അപ്പോൾ മക്കളൊക്കെ വലുതായി. കണ്ടോ, അങ്ങനെ ഒരു പാർക്കും നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ലേ. ഇതിപ്പോൾ പിള്ളേരൊക്കെ സ്കൂളിൽ പോയേക്കുന്ന സമയം കൊണ്ട് ആരുമില്ല, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് എടുക്കാൻ പറ്റി. ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിട്ടോ. ഇന്ന് ഒരു വഴിയോര കാഴ്ചകൾ തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ. ഓരോ സ്ട്രീറ്റിൽ കൂടെ പോയിട്ട് ഒരുപാട് പല നിറത്തിലുള്ളതും പല തരത്തിലുള്ള പൂക്കളും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുൻപ് ഒരു വാക്ക്, സൗഹൃദം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ ഒരു സത്യമാണ് അല്ലേ. അതിന് പ്രായവ്യത്യാസമില്ല. നമുക്ക് ആരെയും സുഹൃത്തുക്കളാക്കാം. നമുക്ക് ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ അതൊന്ന് തുറന്നു പറഞ്ഞിട്ട് അത് നേർവഴി പറഞ്ഞു തരാനായിട്ട് ഉള്ളത് ഒരു സുഹൃത്ത്. അല്ലെങ്കിൽ നമ്മൾക്ക് ചിലപ്പോൾ പഠിക്കാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പം അതൊന്ന് വിളിച്ചു പറഞ്ഞു കഴിയുമ്പം അതിൻ്റെ ഡൗട്ടുകൾ തീർത്തു തരുന്ന ഒരു സുഹൃത്ത്. ഏത് ബുദ്ധിമുട്ട് വരുമ്പോഴും നമ്മുടെ സങ്കടം കേൾക്കാനായിട്ടുള്ളൊരു സുഹൃത്ത്. അങ്ങനെ സുഹൃത്ത് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ നെഞ്ചോട് ചേർത്ത് വെക്കുന്നതാണ്. ചിലപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളെ എല്ലാ ദിവസവും ഒന്നും എല്ലാവർക്കും കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല. എന്നാലും നമുക്കൊരു ഹെൽപ്പ് എപ്പോഴാണ് ആവശ്യം അപ്പോൾ ആ സുഹൃത്ത് നമുക്ക് നമ്മുടെ മുൻപിലുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് ഒരു അമൂല്യമായ സമ്പത്താണ്, കാത്തു സൂക്ഷിക്കുക.